ചിന്മയി ശ്രീപാദയ്ക്ക് 2018 മുതലാണ് തമിഴ് സിനിമകളിൽ പാടുന്നതിൽ നിന്നും അൺഒഫീഷ്യൽ വിലക്ക് വന്നത്. കാരണം മറ്റൊന്നുമായിരുന്നില്ല. 2018 ഗാനരചയിതാവ് വൈരമുത്തുവിന് എതിരായി ചിന്മയി പരസ്യമായി പീഡന പരാതി ഉന്നയിച്ചു എന്നതായിരുന്നു. 2005 സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടന്ന വീഴാമട്ടം എന്ന കൾച്ചറൽ പ്രോഗ്രാമിന് പോയപ്പോൾ വൈരമുത്തു തന്നോട് ലൈംഗികമായി മോശമായി പെരുമാറിയെന്ന് ചിന്മയി വ്യക്തമായി തന്നെ പറഞ്ഞു. മീറ്റു ആരോപണങ്ങളിലെ ആദ്യ സംഭവങ്ങളിലൊന്നായിരുന്നു അത്. വൈരമുത്തു അത് ശക്തമായി നിഷേധിച്ചുവെങ്കിലും ചിന്മയി തൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിന്നു. തുടർന്ന് സൗത്ത് ഇന്ത്യൻ സിനി ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആൻഡ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് യൂണിയൻ ചിന്മയിയെ പുറത്താക്കി. ഫലത്തിൽ അത് തമിഴ് സിനിമകളിൽ ചിന്മയിക്ക് പാടാനുള്ള അവസരം നഷ്ടമാക്കി എന്ന് പറയാം. വിജയ് സേതുപതി തൃഷ കൃഷ്ണൻ ചിത്രമായ 96-ലാണ് ചിന്മയി അവസാനമായി പാടിയത്. മണിരത്നം ചിത്രമായ തഗ് ലൈഫിൽ മുത്തുമഴ എന്ന ദീ പാടിയ ഗാനം ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ചിൻ്റെ സമയത്ത് ദിയുടെ സാന്നിധ്യമില്ലാതിരുന്നതുകൊണ്ട് ചിന്മയി പാടുകയും അത് വൈറലാവുകയും ചെയ്തു. ഇതേ ഗാനം ചിത്രത്തിൻ്റെ തെലുങ്ക്, ഹിന്ദി വേർഷനും ചിന്മയിയാണ് പാടിയത്. ദിയുടെ ഒറിജിനൽ ട്രാക്കിനേക്കാൾ ചിന്മയി പാടിയ ഗാനം വൈറലായതോടെ #ബ്രിങ് ബാക്ക് ചിന്മയി എന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഇടത്തും പ്രത്യക്ഷപ്പെട്ടു. ഇക്കാലം അത്രയും ചിന്മയിയെ പാടിക്കാതെ മാറ്റി നിർത്തിയത് ചിന്മയിയുടെ നഷ്ടമല്ല, മറിച്ച് തമിഴ് സിനിമയ്ക്ക് ഒരു നല്ല ഗായികയും നിരവധി നല്ല ഗാനങ്ങളുമാണ് നഷ്ടമായത് എന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടക്കം പറയുന്നത്. തമിഴ് സിനിമ ഇൻഡസ്ട്രിക്ക് ചിന്മയിയെ ഫീൽഡിൽ നിന്നും മാറ്റി നിർത്താൻ സാധിച്ചേക്കാം. പക്ഷേ ചിന്മയിയുടെ ഇമ്പമുള്ള ശബ്ദം നശിപ്പിക്കാൻ സാധിക്കില്ല എന്നും ചിലർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. മണിരത്നം സംവിധാനം ചെയ്ത കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്ന ചിത്രത്തിലെ ഒരു ദൈവം തന്ന പൂവേ എന്ന AR റഹ്മാൻ സംഗീതം നൽകിയ പാട്ടോടെയാണ് ചിന്മയി തമിഴിൽ പ്രശസ്തയായത്. പാട്ടുകാരി എന്നതിലുപരി ഡബ്ബിംഗ് ആർട്ടിസ്റ്റും റേഡിയോ ജോക്കിയും എല്ലാമായ ചിന്മയി കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്ന ചിത്രത്തിലെ ഗാനത്തോടെ തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും മലയാളത്തിലുമെല്ലാം തിരക്കുള്ള ഗായികയായി മാറി. മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന ചിത്രത്തിലെ ഓളിറെ എന്ന പാട്ടോടെ ചിന്മയി ബോളിവുഡിലും അരങ്ങേറി. സഹാന സഹൽ, വാരായോ വാരായോ, സരാ സരാ, കാതലെ കാതലെ, ചെന്നൈ എക്സ്പ്രസിലെ ടിറ്റ്ലി, 2 സ്റ്റേറ്റ്സ് എന്ന ചിത്രത്തിലെ മസ്ത് മഗാർ തുടങ്ങിയവ ചിന്മയി പാടിയ ഹിറ്റ് പാട്ടുകളാണ്. ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങൾക്കായും ഗാനങ്ങൾ ചിന്മയി ആലപിച്ചിട്ടുണ്ട്. കോവിഡ് പാൻഡമിക് സമയത്ത് സിംഗ് ഫോർ ചാരിറ്റി എന്ന ഇനീഷ്യേറ്റീവിലൂടെ കിട്ടിയ പണം വളരെയധികം ആളുകളെ സഹായിക്കാൻ ഉപകരിച്ചു. ഏപ്രിൽ 2020 മുതൽ 3000-ഓളം ഗാനങ്ങൾ ആലപിക്കുകയും അതുവഴി ചിന്മയി 1 കോടി രൂപയോളം സമാഹരിച്ച് കോവിഡിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ ഉപയോഗിക്കുകയും ചെയ്തു. വിവിധ ഭാഷകളിൽ ചിന്മയി ആലപിച്ച ഗാനങ്ങൾക്കായി നിരവധി അവാർഡുകളും ചിന്മയിയെ തേടിയെത്തി. മുംബൈയിൽ ജനിച്ച ചിന്മയി കർണാട്ടിക്, ക്ലാസിക്, ഹിന്ദുസ്ഥാനി സംഗീതം ശാസ്ത്രീയമായി പഠിച്ച വ്യക്തിയാണ്. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സൈക്കോളജിയിൽ ബിരുദം നേടിയിട്ടുള്ള ചിന്മയി 10ഓളം ഇന്ത്യൻ ഭാഷകൾ കൂടാതെ ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ് തുടങ്ങിയ ഭാഷകളും ഫ്ലുവൻ്റായി സംസാരിക്കും. തഗ് ലൈഫിലെ മുത്തുമഴ എന്ന ഗാനം ആലപിച്ചതോടെ വീണ്ടും സൗത്ത് ഇന്ത്യൻ സിനിമാ രംഗത്ത് ചിന്മയി സജീവമായേക്കും എന്ന പ്രതീക്ഷയിലാണ് ചിന്മയിയുടെ ആരാധകർ ഇപ്പോൾ.